നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നിയന്ത്രണം വിട്ട കാർ പോലീസിന്റെ നിരീക്ഷണ ക്യാമറ ടവർ ഇടിച്ചു തകർത്തു. കൂറ്റനാട് തണ്ണീർക്കോട് റോഡിൽ കൂനമുച്ചി സെന്ററിന് സമീപം ഞായറാഴ്ച പുലർച്ചെ 4:45 അപകടം. കൂറ്റനാട് ഭാഗത്തു നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് പോയിരുന്ന കാർ റോഡരികിലെ പോലീസ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച ടവറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ടവറും നിരീക്ഷണ ക്യാമറകളും നിലത്തേക്ക് മറിഞ്ഞു വീണു. വാഹനത്തിന്റെ മുൻവശവും അപകടത്തിൽ തകർന്നു. അപകടത്തിൽ കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് VP കുണ്ട് അംഗൻവാടിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീനയുടെ അധ്യക്ഷതയിൽ മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17.5 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K അനീഷ്, വാർഡംഗങ്ങളായ AK നന്ദകുമാർ, കാർത്തിയേനി എന്നിവരും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ ഭാരവാഹികളായ P രാമചന്ദ്രൻ, ഗോപാലൻ, സുകേഷ് ഇടം എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ AC ചാത്തപ്പൻ സ്വാഗതവും കൺവീനർ പ്രേമ നന്ദിയും പറഞ്ഞു. പ്രഭാത നടത്തത്തിനിടെ കാറിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കൂറ്റനാട് കോടനാട് സ്വദേശി ആദംകുട്ടി എന്ന കുഞ്ഞുകുഞ്ഞുട്ടിയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 55 വയസ്സായിരുന്നു. കൂറ്റനാട് തൃത്താല റോഡിൽ കോടനാട് ഭാഗത്ത് ഭാര്യയ്ക്കും അയൽവാസിക്കുമൊപ്പം പ്രഭാത നടത്തത്തിനിറങ്ങിയ ആദംകുട്ടിയെ കാർ ഇടിക്കുകയായിരുന്നു. ഭാര്യയും സുഹൃത്തും മുന്നിലും അല്പം പുറകിലായാണ് ആദംകുട്ടി നടന്നിരുന്നത്. ഇതിനിടെ പുറകുവശത്ത് നിന്നുമെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ആദംകുട്ടി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ 2 റെയിൽവേ മേൽപ്പാലങ്ങളുടെ ശിലാസ്ഥാപനം 26-ാം തീയതി നടക്കും. പട്ടാമ്പി കൊടുമുണ്ട റെയിൽവേ ഗേറ്റിലും വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിലുമാണ് മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ വഴിയാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ വല്ലപ്പുഴയിലും കൊടുമുണ്ടയിലുമാണ് സംസ്ഥാന സർക്കാർ 2016-2018 ബജറ്റുകളിൽ റെയിൽവേ മേൽപ്പാലം പ്രഖ്യാപിച്ചത്. വല്ലപ്പുഴയിൽ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായി. എന്നാൽ കൊടുമുണ്ടയിൽ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനത്തിലാണ് വല്ലപ്പുഴയിലെയും കൊടുമുണ്ടയിലെയും മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 26-ന് രാവിലെ 10:30 ഓൺലൈനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. മറ്റു ജനപ്രതിനിധികൾ അതാത് സ്ഥലങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്ര അനുമതിയോടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഈ 2 പദ്ധതികളുടെയും നടപടികൾ പൂർത്തിയാക്കാതെയാണ് ഇപ്പോൾ നിർമ്മാണോദ്ഘാടനം നടത്തുന്നതെന്ന് മുഹമ്മദ് മോഹസിൻ MLA പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരം നമ്മളെ അറിയിച്ചിരുന്നു. നിരവധി പദ്ധതികൾ ഇപ്പോൾ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമും മറ്റുള്ള പദ്ധതികളുടെയും ഭാഗമായിട്ടുള്ള നിരവധി പദ്ധതികളുടെ ഒരുമിച്ചുള്ള ഓൺലൈനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനത്തിൽ പാലക്കാട് ഡിവിഷന്റെ കീഴിലുള്ള 19 റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ കൂടി നിർമ്മാണോദ്ഘാടനം നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്ഘാടനം നടത്തുന്നത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെയും സംസ്ഥാന സർക്കാരിനോട് വേണ്ടത്ര അറിയിക്കാതെയുമാണ് അതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുന്നത്. 23.28 കോടി രൂപയാണ് വല്ലപ്പുഴയിൽ മേൽപ്പാലത്തിനായി കിഫ്ബി പദ്ധതിയിൽ സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. കൊടുമുണ്ടയിൽ 31.31 കോടി രൂപയാണ് പദ്ധതി തുക. കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. വല്ലപ്പുഴയിൽ റെയിൽവേയുടെ അനുമതി ലഭ്യമാവാത്തതിനാലാണ് നിർമ്മാണം ആരംഭിക്കാതിരിക്കാൻ കാരണം. സ്ഥലമേറ്റെടുപ്പിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തൊന്നും ഫണ്ട് അനുവദിക്കുന്നില്ല. റെയിൽവേ ഭാഗത്തെ നിർമ്മാണം മാത്രമാണ് റെയിൽവേയുടെ ചുമതല. ഇതിന്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ പദ്ധതിയുടെ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്ഥലം കൂടി ഏറ്റെടുക്കാത്ത ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇതില് സ്ഥലമേറ്റെടുപ്പിന് 1 രൂപ പോലും കേന്ദ്രത്തിന്റെ ഫണ്ടില്ല. അതോടൊപ്പം തന്നെ നിർമ്മാണത്തിന്റെ 50% നിർമ്മാണത്തിന്റെ മാത്രം 50% ആണ് കേന്ദ്രം എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഫണ്ടായിട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല. റെയിൽവേയുടെ മുകളിലുള്ള ഭാഗം കൺസ്ട്രക്ട് ചെയ്യുന്നത് റെയിൽവേ ആണ്. എന്നാൽ ബാക്കി ഭാഗങ്ങൾ RBDCK വഴി സംസ്ഥാന സർക്കാരാണ്. റെയിൽവേക്കും അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പണം അങ്ങോട്ട് കെട്ടിവെക്കേണ്ട കാര്യമുണ്ടാവും. എന്നാൽ ഇത് ഫൈനൽ കോസ്റ്റിൽ കൺസ്ട്രക്ഷന്റെ മാത്രം 50% റെയിൽവേ എടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ നിർമ്മാണോദ്ഘാടനം റെയിൽവേയുടെ ഭാഗത്ത് കേന്ദ്ര സർക്കാർ മുടക്കുന്ന
പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇതിന്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി സ്ഥലം ഏറ്റെടുത്ത് ടെൻഡർ പൂർത്തീകരിച്ചിട്ട് നിർമ്മാണം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വെച്ചിട്ടുള്ള ആ പണത്തിന്റെ ആ പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന സർക്കാർ നടത്തും. നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ സഹകരിക്കും. അതേസമയം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അനാസ്ഥയ്ക്ക് പരിഹാരം വേണം. ഇക്കാര്യം ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്നും മുഹമ്മദ് മൂസൻ MLA സൂചിപ്പിച്ചു. ഇതിന്റെ 50%-ലധികം കൺസ്ട്രക്ഷൻ കോസ്റ്റും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. തത്വത്തിൽ 75% അല്ലെങ്കിൽ 70-75%. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന മാമാങ്കം നടത്തുമ്പോൾ തന്നെ അതിന്റെ നിർമ്മാണവും വേഗത്തിലാക്കാനുള്ള ഒരു സമീപനം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. ഈ പദ്ധതി തുടക്കം മുതൽ ഇത് ആരംഭിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികളും ഞങ്ങൾ എല്ലാവരും നടത്തിയത് കൊണ്ട് തന്നെ ഈ പദ്ധതി വേഗത്തിൽ ആരംഭിക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു സമീപനം, പദ്ധതിക്ക് എതിരായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കില്ല. കാരണം നമ്മളാണ് ആ പദ്ധതിയുടെ ഫണ്ടും മറ്റുള്ള സംവിധാനങ്ങളും കൊണ്ടുവന്നത് എന്നുള്ളതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി, വെല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിയങ്കല്ല് പൈതൃക പാർക്കിനും മംഗലം സെന്ററിനുമിടയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് വൻ തീപിടുത്തം. ഉച്ചയ്ക്ക് 2 മണിയോടെ പുഴയിലെ പൊന്തക്കാടുകളിൽ നിന്നും പിടിച്ച തീ പിന്നീട് റോഡരികിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. പുഴയുടെ തീരത്തെ മുളങ്കാടുകൾ കത്തിയതോടെ ആളുകൾ പരിഭ്രാന്തിയിലായി. ഇതിനിടെ പട്ടാമ്പിയിൽ നിന്നും 2 അഗ്നിശമന യൂണിറ്റ് സ്ഥലത്തെത്തിയ ശേഷം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് തീ അണച്ചത്. ഇനിയൊരു ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്ന് SFI പട്ടാമ്പി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി E. അഫ്സൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരുതൂർ കൊടിക്കുന്നിൽ വെച്ചാണ് SFI പട്ടാമ്പി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥി പ്രകടനത്തോടെയായിരുന്നു സമ്മേളനത്തിന് തുടക്കമായത്. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ പോരാട്ടം ശക്തമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പട്ടാമ്പിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി E. അഫ്സൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിന് അകത്തുള്ള സർക്കാർ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കരുത്. കേരളത്തിന് പുറത്ത് സർക്കാർ സ്കൂൾ പഠിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഉച്ചക്ക് സ്വന്തം കുഞ്ഞിന് ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം ലഭിക്കുമല്ലോ, എന്റെ മകൻ അല്ലെങ്കിൽ മകളെങ്കിലും പട്ടിണി കിടക്കാതെ ആ വയറിന്റെ ഉച്ചഭക്ഷണമെങ്കിലും എന്റെ അധ്വാനത്തിൽ നിന്ന് മാറി കിട്ടുമല്ലോ എന്ന് കരുതി മാത്രം സ്കൂളിലേക്ക് വിടുന്ന പട്ടിണി പാവങ്ങളുടെ മക്കൾ മാത്രം പഠിക്കുന്ന 21,000 സർക്കാർ സ്കൂളുകൾ, LP സ്കൂളും UP സ്കൂളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും ഒക്കെ ആയിട്ടുള്ള 21,000 സർക്കാർ സ്കൂളുകൾ രാജ്യത്താകമാനം അടച്ചുപൂട്ടി. ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ, തോട്ടി തൊഴിലാളിയുടെ, റിക്ഷ തൊഴിലാളിയുടെ, കൂലി തൊഴിലാളിയുടെ, കർഷകന്റെ, കർഷക തൊഴിലാളിയുടെ, ദരിദ്ര കർഷകന്റെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടി നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിനോട് അവർക്ക് ആരോടാണ് പോറുള്ളത് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. PK രാജൻ അനുസ്മരണവും ഇതോടനുബന്ധിച്ച് നടന്നു. VS അനുജ അധ്യക്ഷയായിരുന്നു. KS കൃഷ്ണവേണി, KC നിമിഷ, T ഗോപാലകൃഷ്ണൻ, PK ചെല്ലുക്കുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. OG ജിഷിനെ പ്രസിഡന്റായും TV സുജിത്തിനെ സെക്രട്ടറിയായും സമ്മേളനം തിരഞ്ഞെടുത്തു.
കോതച്ചിറ അയ്യപ്പൻകാവ് കൊടുങ്ങല്ലൂർക്കാവ് താലപ്പൊലി ഉത്സവം വർണ്ണപ്പൊലിമയോടെ ആഘോഷിച്ചു. പൂരത്തിന് ദിവസങ്ങൾക്ക് മുന്നേ കളംപാട്ട് ഉത്സവം നടന്നു. ഗാനമേള, കലാപരിപാടികൾ എന്നിവ ഉണ്ടായി. ക്ഷേത്രം തന്ത്രി പ്രത്യേക പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ദേവസ്വം കമ്മിറ്റിയുടെ ആഘോഷത്തിന് പുറമെ 13ലധികം ഉപകമ്മിറ്റികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ദേവസ്വം പൂരം ഉച്ചയ്ക്ക് വേങ്ങാട്ടൂർ മനയിൽ നിന്നും ആന പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് നടത്തി. പഞ്ചവാദ്യത്തിന് പറക്കാട് തങ്കപ്പമാരാർ, കുനിശ്ശേരി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ പൂരാഘോഷങ്ങൾക്കായി ചെറുപ്പുളശ്ശേരി ശിവൻ, ചോറ്റാനിക്കര തങ്കപ്പമാരാർ, കലാമണ്ഡലം കുട്ടിനാരായണൻ, അരുൺ ദേവ് വാര്യർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്സവ പൂരാഘോഷ കമ്മിറ്റി, കിഴക്കുഭാഗം ആഘോഷ കമ്മിറ്റി, ആലിൻ ചുവട് കമ്മിറ്റി, ശ്രീറാം കമ്മിറ്റി, നവഭാരത്, പ്രണവം, ഗാലക്സി, രാമസേന, മഹാദേവ്, സംഘസേന, ഭഗവത് തുടങ്ങിയ കമ്മിറ്റികളാണ് പൂരത്തിന് വ്യത്യസ്ത പരിപാടികളുമായി ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ആന, പഞ്ചവാദ്യം, തായമ്പക, ശിങ്കാരിമേളം, നാദസ്വരം, കാവടി, തകിൽ, തിറ, പൂതൻ, ശിങ്കാരിക്കാവടി, കൊട്ടക്കാവടി, തെയ്യം, വിവിധ വേഷങ്ങൾ, ബാൻഡ് വാദ്യം, നാടൻ കലകൾ എന്നിവയും ക്ഷേത്ര മൈതാനത്ത് അണിനിരന്നു. 23-ാം തീയതി വടക്കുഭാഗം കമ്മിറ്റി ഗാനമേളയും അവതരിപ്പിച്ചിരുന്നു. ഭാരതപ്പുഴയോരത്ത് പക്ഷി നിരീക്ഷണത്തിനായി വിദ്യാർത്ഥികളെത്തി. പരുതൂർ കുളമുക്ക് AMLP സ്കൂളിലെ കുട്ടികളാണ് പക്ഷി നിരീക്ഷണത്തിനായി കൊടുമുണ്ട ഭാരതപ്പുഴയോരത്ത് എത്തിയത്. പരുതൂർ കുളമുക്ക് AMLP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പക്ഷി നിരീക്ഷണത്തിനായി കൊടുമുണ്ട തീരദേശ റോഡിനോട് ചേർന്നുള്ള ഭാരതപ്പുഴയോരത്തെത്തിയത്. കൊടുമുണ്ട തീരദേശ റോഡിനോട് ചേർന്നുള്ള ഭാരതപ്പുഴയിലെ 2 കിലോമീറ്റർ നീളിയോരം വിവിധ പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. സ്കൂളിലെ നാച്ചുറൽ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു നിരീക്ഷണം ഒരുക്കിയത്. വർഷങ്ങളായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പക്ഷി നിരീക്ഷണം ഇവിടെ നടത്തിവരുന്നുണ്ട്. 3ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടായിരുന്നു പക്ഷി നിരീക്ഷണം. വെള്ളിയാങ്കല്ല് തടയണയുടെ ജലസാന്നിധ്യവും വിശാലമായ പാടശേഖരവും കാരണം ജലപക്ഷികളുടെയും കരപക്ഷികളുടെയും സമ്മേളനത്തിന് സാക്ഷ്യപ്പെടുത്തുന്ന സ്ഥലം കൂടിയാണ് ഈ പ്രദേശം. വാലൻ താമരക്കോഴി, മഞ്ഞകാഞ്ചി, മരംകൊത്തി, ചെസ്റ്റ്നട്ട്, ടൈൽഡ് സ്റ്റാർലിംഗ്, നീലക്കോഴി തുടങ്ങി വിദേശികളും സ്വദേശികളുമായ വിവിധ ഇനത്തിൽപ്പെട്ട 60ഓളം പക്ഷി ഇനങ്ങളെ വിദ്യാർത്ഥി സംഘം നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി. 40ഓളം വിദ്യാർത്ഥികളടങ്ങുന്ന സംഘമാണ് നിരീക്ഷണത്തിനെത്തിയത്. പക്ഷി നിരീക്ഷകയും അധ്യാപികയും NHSP മെമ്പറുമായ CK സ്മിത, M രതി, K രമാദേവി, P ഷീന എന്നിവർ കുട്ടികൾക്ക് മാർഗനിർദ്ദേശവുമായി ഒപ്പമുണ്ടായിരുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.